ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ ആവർത്തിച്ചു പുകഴ്ത്തി കോൺഗ്രസ് നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. വിദ്യാഭ്യാസ മേഖലയിൽ ശുദ്ധീകരണത്തിന് ശ്രമിച്ചയാളാണ് ആരിഫ് മുഹമ്മദ് ഖാൻ എന്നാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറയുന്നത്. എന്നാൽ ഗവർണറുടെ എല്ലാ നിലപാടിനെയും പിന്തുണയ്ക്കുന്നില്ല എന്നും തിരുവഞ്ചൂർ പറഞ്ഞു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളത് കംഫർട്ടബിളാണ്. അദ്ദേഹം ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ ചെയ്തു, കുറേ കാര്യം ചെയ്യാതെ പോയി. അദ്ദേഹം എടുത്തിട്ടുള്ള ചില നിലപാടുകളുണ്ട്, എല്ലാം ഞാൻ പറയുന്നില്ല, ചില നിലപാടുകളുണ്ട്. ആ നിലപാടുകൾ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തെ ശുദ്ധീകരിക്കുന്നതിന് വിനിയോഗിക്കുന്നതാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. നേരത്തെ വിനായക ചതുർത്ഥിയുമായി ബന്ധപ്പെട്ട ചടങ്ങിനിടെയും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഗവർണറെ പുകഴ്ത്തിയിരുന്നു. ഈ പ്രസംഗം 24 പുറത്തുവിട്ടതിന് പിന്നാലെയാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വിശദീകരണവുമായി എത്തിയത്. ഗവർണർക്ക് അടുത്ത 5 വർഷം കൂടി ഈ കേരളത്തിൽ തന്നെ വരട്ടെ. അതുകൊണ്ട് തന്നെ നമ്മളുടെ പ്രിയപ്പെട്ട ഗവർണർ 5ാം വർഷം പൂർത്തിയാക്കി വീണ്ടും കേരള ജനതയ്ക്ക് ഒരു ഹെഡ് ഓഫ് സ്റ്റേറ്റ് എന്ന നിലയിൽ നിൽക്കാനിടയാകും എന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുകയും ചെയ്യാണ്. ഗവർണറെ പുകഴ്ത്തിയ തിരുവഞ്ചൂർ രാധാകൃഷ്ണന് പ്രത്യേക താല്പര്യമുണ്ടെന്ന് കരുതേണ്ടി വരുമെന്നായിരുന്നു മന്ത്രി വി.എൻ. വാസവന്റെ മറുപടി. അദ്ദേഹത്തിന്റെ മാത്രം അഭിപ്രായം, ജനങ്ങളുടെ അഭിപ്രായവും ഗവൺമെന്റ് അഭിപ്രായമല്ല. നിങ്ങൾ സാമാന്യ ബുദ്ധിയുള്ളവർക്കറിയാം, ഒരു ഗവർണർ എല്ലാ സംസ്ഥാനത്ത് വിദ്യാഭ്യാസ മേഖല നയം തീരുമാനിക്കുന്നതും ആവിഷ്കരിക്കുന്നതും നടപ്പാക്കുന്നതും ഗവൺമെന്റാണ്. അത് അദ്ദേഹത്തിനെ സംബന്ധിച്ചോളം മറ്റേതെങ്കിലും തരത്തിലുള്ള താല്പര്യങ്ങളുടെ ഭാഗമാകാം. പല ഘട്ടങ്ങളിലും ഗവൺമെന്റിന്റെ ബില്ലുകൾ തടഞ്ഞു വയ്ക്കുക, നിയമസഭ പാസ്സാക്കുന്നത് ഐകണ്ഠേന പാസ്സാക്കിയ ബില്ലുകൾ പോലും ഇപ്പോഴും ഒപ്പിടാത്തത് BJPയോട് അദ്ദേഹത്തിനുള്ള ആഭിമുഖ്യവും താല്പര്യവുമാകണമെന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ തെറ്റു പറയാൻ കഴിയില്ല. സംസ്ഥാനത്തിന്റെ ഗവർണറായി ഇന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ 5 വർഷം പൂർത്തിയാക്കുകയാണ്. ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ടോബി, എന്ത് സാഹചര്യത്തിലാണ് തിരുവഞ്ചൂരിന് ഈ ആരിഫ് മുഹമ്മദ് ഖാൻ ഇത്രയും പ്രിയങ്കരനാകുന്നത്? വേണു, ഈ ഒരു പ്രസ്താവന അല്ലെങ്കിൽ ഈ ആരിഫ് മുഹമ്മദ് ഖാനെ പിന്തുണച്ചത് ഇന്നലെ സൂര്യകാലടി മരയിൽ ഒരു വിനായക ചതുർത്ഥിയുമായിട്ടുള്ള ഒരു പരിപാടിയിൽ അദ്ദേഹം എത്തിയപ്പോഴാണ്. ആ വേദിയിൽ വെച്ചാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇത്തരത്തിലൊരു പിന്തുണയും ഒരു പുകഴ്ത്തലുമൊക്കെ നടത്തിയത്. ഇനി ഒരു 5 കൊല്ലം കൂടി ഇത്തരത്തിൽ തുടരാൻ സാധിക്കട്ടെ എന്നൊരു ആശംസയാണ് നേർന്നത്. വിഘ്നങ്ങളൊക്കെ മാറട്ടെ എന്ന് ആ വേദിയിൽ അദ്ദേഹത്തെ ഇരുത്തിക്കൊണ്ട് തന്നെ തിരുവഞ്ചൂർ പറഞ്ഞു. എന്തായാലും തിരുവഞ്ചൂരിന്റെ ഈ നിലപാട് മാറ്റം എന്താണ് എന്നതിനെക്കുറിച്ച് ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. നമുക്കറിയാവുന്നതുപോലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടായ പ്രശ്നങ്ങൾ, പ്രത്യേകിച്ചും സർവകലാശാലയിൽ ഉണ്ടായ പ്രശ്നങ്ങളിലൊക്കെ കോൺഗ്രസിന് കൃത്യമായിട്ടുള്ള ഒരു നിലപാടുണ്ടായിരുന്നു. സർക്കാരിനെ വിമർശിക്കുമ്പോൾ പോലും ചില കാര്യങ്ങളിൽ ഗവർണർക്കൊപ്പം നിൽക്കാൻ കോൺഗ്രസ് ശ്രദ്ധിച്ചിരുന്നു. എന്നാൽ പൂർണ്ണമായും ഗവർണർക്ക് പിന്തുണ നൽകാതെ ഗവർണറെ വിമർശിക്കുന്നതിലേക്കുമൊക്കെ പ്രതിപക്ഷം പോകുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടതാണ്. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി ഇനിയൊരു 5 കൊല്ലം കൂടി നല്ല രീതിയിലാണ് ഈ ഗവർണർ സ്ഥാനത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇനിയൊരു 5 കൊല്ലം കൂടി അദ്ദേഹം തുടരട്ടെ എന്ന തരത്തിലുള്ള ഒരു പ്രസ്താവനയാണ്. അദ്ദേഹത്തിന്റെ യോഗ്യത നിർണ്ണയിക്കേണ്ടത് രാഷ്ട്രപതിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അതിനുള്ള യോഗ്യതയുണ്ട് എന്ന തരത്തിലാണ് ഈ ഒരു പ്രസ്താവന നടത്തിയത്. ഈ പ്രസ്താവന പുറത്തു വന്നതിന് ശേഷം അദ്ദേഹത്തോട് നമ്മൾ ഒരു വിശദീകരണം ചോദിച്ചു. ഏതെങ്കിലും ഒരു സാഹചര്യത്തിലാണോ, ഈ ഒരു വേദിയിൽ പറഞ്ഞതാണോ എന്ന് നമ്മൾ ചോദിച്ചു. പക്ഷെ ആ വേദിയിൽ പറഞ്ഞതല്ല, അതൊരു പൊതു നിലപാടായിട്ട് വീണ്ടും അദ്ദേഹം പ്രതികരണം തേടിയപ്പോൾ ആ നിലപാടുകൾ ആവർത്തിക്കുകയും ചെയ്തു. ഈ ഒരു പരിപാടി മാറ്റി നിർത്തുകയാണെങ്കിൽ രാഷ്ട്രീയം നോക്കുകയാണെങ്കിൽ നമുക്കറിയാവുന്നതുപോലെ BJPയോട് അനുഭാവമുള്ള ഗവർണർ എന്ന തരത്തിലുള്ള ചില പ്രസ്താവനകൾ കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള പ്രസ്താവനകളും നിലപാടുകളും ഒരു വശത്ത് നിൽക്കുമ്പോഴാണ് മുതിർന്ന നേതാവായിട്ടുള്ള തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തന്നെ ഗവർണറെ പിന്തുണച്ചുകൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരാശംസ നേർന്നുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. ഏതായാലും ഇടതുപക്ഷവും അല്ലെങ്കിൽ സർക്കാരും ഈ ഒരു നിലപാടിനെ അത്രയ്ക്കങ്ങോട്ട് പിന്തുണയ്ക്കുന്നില്ല. മന്ത്രി വി.എൻ. വാസവനോട് തന്നെ ഇക്കാര്യത്തിലൊരു പ്രതികരണം ചോദിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി ഇതൊക്കെയാണ്: ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കൊണ്ടുവന്ന മാറ്റങ്ങളെല്ലാം അത് സർക്കാർ കൊണ്ടുവന്നതാണ്, അങ്ങനെ പറയാൻ സാധിക്കില്ല എന്നതിനെയാണ് തിരുവഞ്ചൂരിന്റെ നിലപാടുകളെ പൂർണ്ണമായും തള്ളുന്ന ഒരു നിലപാടാണ് വി.എൻ. വാസവൻ സ്വീകരിച്ചത്. അദ്ദേഹം ഗവർണർ BJP വേണ്ടിയല്ലേ നിലനിൽക്കൊള്ളുന്നത് എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ അത് തെറ്റു പറയാൻ സാധിക്കുമോ എന്നൊരു നിലപാട് കൂടി വി.എൻ. വാസവൻ പറഞ്ഞു വച്ചിരിക്കുന്നു. എന്തായാലും പുതിയൊരു വിവാദത്തിലേക്ക് കടന്നിരിക്കുന്നു. കോൺഗ്രസ് നേതൃത്വത്തിലെ മുതിർന്ന നേതാവ് തന്നെ ഇത്തരത്തിലുള്ള ഒരു നിലപാട് പറയുമ്പോൾ മറ്റു നേതാക്കൾ എന്ത് പറയുമെന്ന് കാത്തിരുന്ന് കാണാം. വേണു. ശരി, ടോബി ജോൺസണാണ് കോട്ടയത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.